പലർക്കും വാഷിംഗ് മെഷീൻ മേടിക്കാൻ പോകുമ്പോൾ ഉള്ള സംശയം ആണ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ മേടിക്കണോ അതോ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ മേടിക്കണോ എന്നുള്ളത്. ടോപ്പ് ലോഡിനെ അപേക്ഷിച്ച് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ അലക്കുവാൻ സമയം കൂടുതൽ എടുക്കും. ടോപ്പ് ലോഡിനെ അപേക്ഷിച്ച് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ മെയിൻ്റനൻസ് ചാർജ് കൂടുതലാണ്. ടോപ്പ് ലോഡിനെ അപേക്ഷിച്ച് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ തുണികൾ ലോഡ് ചെയ്യുവാൻ കുനിയണം, അല്ലെങ്കിൽ അതിനനുസരിച്ചു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യണം. ടോപ്പ് ലോഡിനെ അപേക്ഷിച്ച് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ തുണികൾ അലക്കുവാൻ തുടങ്ങിയാൽ ഇടക്കുവെച്ചു തുറക്കുവാൻ പറ്റില്ല. ടോപ്പ് ലോഡിനെ അപേക്ഷിച്ച് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഭാരം കൂടുതൽ ആണ്, കൂടാതെ സ്പേസും കൂടുതൽ വേണം. എന്നാൽ തുണികളുടെ വാഷിംഗ് നിലവാരം ടോപ്പ് ലോഡിനെ അപേക്ഷിച്ച് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ കൂടുതലാണ്. വൈദ്യുതിയും വെള്ളവും ടോപ്പ് ലോഡിനെ അപേക്ഷിച്ച് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീന് കുറച്ചു മതി. ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം വീട്ടിലെ അംഗങ്ങളുടെ എണ്ണമാണ്. കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് വാഷിംഗ് മെഷീന്റെ കപ്പാസിറ്റിയിലും വ്യത്യാസം വരുത്തണം. കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം 2 മുതൽ 3 പേർ വരെ ഉള്ള ഒരു കുടുംബത്തിന് 6 കിലോഗ്രാം മുതൽ 7 കിലോഗ്രാം വരെ ശേഷിയുള്ള മെഷീൻ മതിയാകും. എന്നാൽ അത് 4 മുതൽ 5 പേർ വരെ ഉള്ള ഒരു കുടുംബത്തിന് 8 കിലോഗ്രാം മുതൽ 9 കിലോഗ്രാം വരെ ശേഷിയുള്ള മെഷീൻ മതിയാകും. വലിയ കുടുംബങ്ങൾക്കും കൂടുതൽ വസ്ത്രങ്ങൾ ഒരുമിച്ച് കഴുകുന്നവർക്കും 10 കിലോയോ അതിൽ വലുതോ ഉപയോഗിക്കാം. അടുത്തതായി പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സ്പിൻ സ്പീഡ് അഥവാ RPM ആണ്. അതായത് റൗണ്ട്സ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ ഡ്രം എത്ര തവണ കറങ്ങുന്നു എന്നതിനെയാണ് സ്പിൻ സ്പീഡ് എന്ന് പറയുന്നത്. സ്പിൻ സ്പീഡ് കൂടുന്തോറും തുണികൾ വേഗത്തിൽ ഉണങ്ങും. 1000 മുതൽ 1400 RPM വരെയുള്ള മെഷീനുകൾ സാധാരണയായി മികച്ച പ്രകടനം കാഴ്ചവെക്കും. 1000 മുതൽ 1200 RPM സാധാരണ ആവശ്യങ്ങൾക്ക് മതിയാകും. 1400 അതിൽ കൂടുതൽ RPM ഉള്ള മെഷീനുകൾ വസ്ത്രങ്ങൾ വേഗം ഉണക്കാൻ സഹായിക്കും. അത് ഇലക്ട്രിക് ഡ്രയർ ഉപയോഗിക്കാത്തവർക്ക് വളരെ സഹായകരം ആയിരിക്കും. അടുത്തതായി പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എനർജി എഫിഷ്യൻസിയാണ്. അതായത് കറന്റ് ഉപയോഗം കുറവുള്ള മെഷീൻ മേടിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. BEE റേറ്റിംഗ് നോക്കി വാഷിംഗ് മെഷീൻ മേടിക്കുക. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളവ തിരഞ്ഞെടുക്കുക. കൂടാതെ ഇൻവെർട്ടർ മോട്ടോർ ടെക്നോളജി ഉള്ള മെഷീനുകൾ വളരെ ശബ്ദം കുറഞ്ഞതും കൂടുതൽ നാൾ നിലനിൽക്കുന്നതുമാണ്. ഇൻവെർട്ടർ ടെക്നോളജി വാഷിംഗ് മെഷീനിൽ വന്നിരിക്കുന്നത് മോട്ടറിന്റെ പ്രവർത്തനം നിയന്ത്രിക്കാനാണ്. സാധാരണ വാഷിംഗ് മെഷീനുകളിൽ മോട്ടോർ സ്പീഡ് ഫിക്സ് ഓൺ അല്ലെങ്കിൽ ഓഫ് അല്ലെങ്കിൽ ചില സ്ഥിരമായ സ്പീഡുകൾ. പക്ഷേ ഇൻവെർട്ടർ ടെക്നോളജി ഉള്ള വാഷിംഗ് മെഷീനിൽ മോട്ടോർ സ്പീഡ് വാഷിംഗ് ലോഡിനും അതായത് കഴുകാനുള്ള തുണികളുടെ ഭാരം വെള്ളത്തിനും അനുസരിച്ച് സ്വയമായി അഡ്ജസ്റ്റ് ചെയ്യും. ബെൽറ്റ് ഇല്ലാതെ ഡയറക്റ്റ് ഡ്രൈവ് ഇൻവെർട്ടർ മോട്ടോർ ഉള്ള മെഷീനുകളും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അതായത് ബെൽറ്റ് ഇല്ലാതെ മോട്ടോർ നേരിട്ട് ഡ്രമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഇതുമൂലം വൈബ്രേഷൻ കുറവായിരിക്കും, കൂടുതൽ എനർജി സേവിങ്സും ലഭിക്കുന്നു. കൂടാതെ ബിൽറ്റ് ഇൻ ഹീറ്റർ ഉള്ള മെഷീനുകൾക്ക് തുണിയിലെ കറകൾ എളുപ്പത്തിൽ നീക്കം ചെയ്യാനും അണുവിമുക്തമാക്കാനും കഴിയും. ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുന്നതിനാൽ കൂടുതൽ മികച്ച ശുചീകരണം ലഭിക്കും. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രം ഉള്ള മെഷീൻ തന്നെ തിരഞ്ഞെടുക്കുക. ഇത് കൂടുതൽ നാൾ നിലനിൽക്കും. കുറഞ്ഞത് 10 വർഷം മോട്ടോർ വാറണ്ടിയും കൂടാതെ 2 അല്ലെങ്കിൽ 3 വർഷം എങ്കിലും ഫുൾ വാറണ്ടിയും ഉള്ള മെഷീൻ തിരഞ്ഞെടുക്കുക. ഈ വാഷ് പ്രോഗ്രാംസുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അതായത് കോട്ടൺ, വൂൾ, സിന്തറ്റിക്, ഡെലിഗേറ്റ്, ക്വിക്ക് വാഷ്, എക്കോ വാഷ് തുടങ്ങിയ വിവിധ മോഡസ് ഉണ്ടോ എന്ന് നോക്കുക. കൂടാതെ സ്റ്റീം വാഷ് ഉള്ളവ ബാക്ടീരിയ ജെർമുകൾ നീക്കം ചെയ്യുവാൻ നല്ലതാണ്. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്യുക. നന്ദി.